യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫുള്ള് ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ്. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ കാര്യമൊന്നും പറ്റുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് ലഞ്ച് ബോക്സിൻ്റെ തന്നെയാണ്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചെടുക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ് ഞാൻ. എനിക്ക് പിന്നെ ലഞ്ച് ബോക്സും തൂക്കിയിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ യോഗ എന്തായാലും എനിക്ക് ഉണ്ടായിട്ടില്ല. ചെറുപ്പം തൊട്ട് ഒരു 1-ാം ക്ലാസ് ഒരു 4-ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നോർമൽ സ്കൂൾ ചെറിയൊരു സ്കൂളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ ലഞ്ച് ടൈം ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും വരാന്തയിൽ വരിവരിയായിട്ട് ഇരുന്നിട്ട് നമുക്ക് കഞ്ഞിയും അതേപോലെ തന്നെ ചെറുപയർ, മുട്ട പുഴുങ്ങിയത്, പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ റൗണ്ട് എല്ലാവർക്കും സെയിം പ്ലേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയൊക്കെ ഞാൻ മോൻസിലാണ് പഠിച്ചിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഞങ്ങൾ ഫുഡിന് പേര് കൊടുത്തതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് ഉച്ച സമയം ആവുന്ന സമയത്ത് അവിടെ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ +1 +2 ആയ സമയത്തായിരുന്നു ലഞ്ച് ബോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പറയാനായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡോ അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അമ്മയ്ക്ക് പണിക്ക് വന്നതുകൊണ്ട് അമ്മ പെട്ടെന്ന് രാവിലെ അർജൻറ്റായിട്ട് ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡ് കൊണ്ടുപോയി കഴിക്കുക ചെയ്യൽ. പിന്നെ അവിടെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ആ ഒരു സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ഫുഡൊന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് തന്നെ വേഗം പോയി ഒന്ന് കൈയൊക്കെ കഴുകി ഒന്ന് റെഡി ആവണം. പാത്രം കഴുകാൻ തന്നെ അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോളേജ് എത്തിയ പിന്നെയും എനിക്കങ്ങനെ ലഞ്ച് ബോക്സ് കൊണ്ടുവരാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഫുള്ള് ഹോസ്റ്റൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സിനും എനിക്കും വല്ലാത്തൊരു ദൂരമാണ്. പക്ഷേ എനിക്കായിട്ട് ഒരാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവൾ കോളേജിൽ വരുന്ന സമയത്ത് എനിക്കും അവൾക്കായിട്ട് 2 ബോക്സിലാക്കിയിട്ട് ലഞ്ച് എടുത്തിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടിഫിൻ ബോക്സിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇത് ഞാൻ +2 പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയ ടിഫിൻ ബോക്സ്. എന്നാലും 12-13 വർഷമായിട്ടുണ്ടാവും ഈ ഒരു ടിഫിൻ ബോക്സിന്. അവൾ കൊണ്ടുവന്നിരുന്ന ലഞ്ച് ബോക്സിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു മെനു ആണ്. ചോറും ബീട്രൂട്ടിൻ്റെ തോരനും അതേപോലെ തന്നെ ഈ ഒരു ചമ്മന്തിയും പിന്നെ നാരങ്ങ അച്ചാർ. അവളുടെ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതായിരുന്നു. പക്ഷേ ഇപ്പോൾ നാരങ്ങ അച്ചാർ കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു അച്ചാർ വെച്ചിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് അങ്ങനെ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറോളം അങ്ങനെ ആ ചൂടോടെ മൂടി വെച്ചിരുന്നു. അങ്ങനെ കഴിക്കാവുന്ന സമയത്തിൽ ആ ഒരു മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ. ആ പഴയ ആ ഓർമ്മകളിലൊക്കെ തിരിച്ചു വന്നു പോലെ ആ ഒരു സ്മെല്ല് കേട്ടിട്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബോക്സിലുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡാണ് കേട്ടോ. അയാൾ അടുത്ത് നിന്നിട്ട് അവനും വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബൈറ്റ് എടുത്ത് വെച്ചത് ആ പഴയ ഓർമ്മകൾ സത്യമാണെങ്കിൽ അതേ സെയിം ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എന്തായാലും ഇതിൻ്റെ റെസിപ്പിയൊക്കെ അവളുടെ അടുത്ത് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവനും ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഒരു വായ ഊട്ടി കൊടുത്തിരുന്നു. പക്ഷേ ഈ ബീട്രൂട്ട് കറി കഴിക്കാത്ത ആൾ ആ ചമ്മന്തിയും കൂടി കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.